എന്ത് പറയുന്നു, സുഖമായിരിക്കുന്നോ? നമ്മൾ ഈ വീഡിയോ ലാസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു എൻ്റെ 2 വർഷത്തിന് മുകളിലായി. നമ്മളിപ്പോൾ ഒരു വീഡിയോ ഇടാൻ ഉദ്ദേശിച്ചൊന്നുമല്ല. അവിചാരിതമായിട്ട് നമ്മുടെ പഴയ സുഹൃത്തിൻ്റെ വീഡിയോ ഫീഡിൽ വന്നു. അപ്പോൾ അതിനകത്ത് പുള്ളി പറഞ്ഞത് ട്രേഡിങ്ങൊക്കെ അവസാനിപ്പിച്ചു, ഇനി ട്രേഡിംഗ് ഇല്ല, നഷ്ടങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്, പുള്ളിക്ക് തന്നെ അറിയുന്നില്ല മാർക്കറ്റിൽ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത്, അതുകൊണ്ട് ഇപ്പം കുറച്ചായിട്ട് ചെയ്യുന്നില്ല, നഷ്ടങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ അതിട്ടപ്പം 2 വാക്ക് അത് പറഞ്ഞില്ലെങ്കിൽ മോശമായിരിക്കും എനിക്ക് തോന്നി. കാര്യം അത് പറയാനുള്ള അവകാശം എനിക്കുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാര്യം ഈ പുള്ളി ഈ സംഭവം പറഞ്ഞു തുടങ്ങിയ സമയത്ത് അന്ന് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞതാണ്, നടക്കില്ല, ഉഡായിപ്പാണ്, പറ്റിപ്പാന്നൊക്കെ ഞാൻ വ്യക്തമായിട്ടൊന്ന് പറഞ്ഞിരുന്നു. ഒരു ദിവസം 50% റിട്ടേണാണ് പുള്ളി ഓഫർ ചെയ്യേണ്ടത്. നടക്കില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം. എന്നിട്ടും പുള്ളി പറഞ്ഞ് വിശ്വസിച്ച് പൈസ കൊടുത്ത ആൾക്കാരുണ്ട്. അന്ന് പുള്ളിയുടെ കൂടെ നിന്നിട്ട് എനിക്ക് തോന്നുന്നു പലതും പുള്ളിയുടെ തന്നെ ഫേക്ക് ഐഡിയ ആണ്. എന്നാൽ പോലും കുറച്ച് ആൾക്കാർ വന്നിട്ട് പൈസ കിട്ടിയെന്നോ മറച്ചോന്നോ ഒക്കെ പറഞ്ഞിട്ട് ഒരു അങ്ങ് കിടന്നങ്ങ് മെഴുകുന്നുണ്ടായിരുന്നു. അങ്ങനെ മെഴുകിയവന്മാരുടെയൊക്കെ പൈസ പോയി എന്നുള്ള എനിക്ക് 100% ഉറപ്പാണ്. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. ആത്മാർത്ഥമായിട്ട് പറയാമല്ലോ, സാധാരണ കളിക്കുന്നതിന് അപകടം പറ്റി വരുമ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ കേസ് യാതൊരു വിഷമവുമില്ല. ഈ പുള്ളിയാണെങ്കിലും അന്ന് 50% പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞ് പീനൽ കാണിക്കാൻ പറഞ്ഞ സമയത്ത് പീനലിൻ്റെ ആവശ്യമില്ല, എൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരുണ്ട്, അവർക്കറിയാം, അതിൽ പൈസയുണ്ട് എന്നൊക്കെ അങ്ങ് തള്ളി മറക്കി പറഞ്ഞു. എന്തായാലും കുഴപ്പമില്ല, എന്നെ ഈ കാര്യത്തിലൊക്കെ വളരെ സന്തോഷമുണ്ട്. കാര്യം അങ്ങനൊരു ഒരാൾക്ക് അപകടം പറ്റുമ്പോൾ നമ്മൾ ഊംഫിവർത്താനം പറയുന്നതാണ്. പക്ഷേ ഈ ഒരു കേസിൽ ഇത്രയും പറഞ്ഞില്ലെങ്കിൽ മോശമാണ്. പക്ഷെ ഒരു കാര്യത്തിൽ ഐ റിയലി അപ്രിഷിയേറ്റ് യു, ബിക്കോസ് ഈ 2 വർഷത്തോളം ഇങ്ങനെ 2023 അല്ലെങ്കിൽ 2020 ലാസ്റ്റിലാണ് ഈ സംഭവമൊക്കെ നടക്കുന്നത്. അവിടെ നിന്നാണ് തുടങ്ങുന്നത്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് എൻ്റെ ശ്രദ്ധയിൽ പെടുന്നത്. അപ്പം 23 മാർച്ച് വരെയെങ്കിലും ഈ സംഭവം ആക്ടിവിറ്റി നടക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാലം ആ ഒരു ടൈം മുഴുവൻ ഞാൻ വിചാരിച്ചു ഇന്നലെ നാളെ പൊട്ടുമെന്ന് വിചാരിച്ചു. പക്ഷേ പുള്ളി അത് 2 വർഷം എടുത്ത് പുള്ളി ആക്സെപ്റ്റ് ചെയ്യാനായിട്ട്, അതിൽ ഞാൻ പുള്ളിയിൽ അപ്രിഷിയേറ്റ് ചെയ്യുന്നു. എന്തായാലും 2 വർഷം പുള്ളി അത് ഒരു വിധത്തിൽ തട്ടിമുട്ടി ഓടിച്ചു. എന്തായാലും ഈ 2 വർഷം അങ്ങനെ ആൾക്കാരെ പിടിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാര്യം ഒരു 2023 അവസാനമായപ്പോഴേ പുള്ളി ഒതുങ്ങിയായിരുന്നു. കാര്യമായിട്ട് വീഡിയോസ് ഞാനൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് വീഡിയോ ഇട്ടിട്ട് 1 വർഷം മറ്റോ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഒരു വീഡിയോ വന്നിരിക്കുന്നത്. അത് ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം എന്തായാലും അത് ആ പരിപാടി ഇപ്പോൾ തീരുമാനമായെന്നാണ് എനിക്ക് തോന്നുന്നത്. ചട്ടിങ്ങലൊക്കെ പൂട്ടി കെട്ടിയിട്ടുണ്ട്. അപ്പം എന്തായാലും ഇത്രയുള്ള കാര്യം. ഇപ്പം അന്ന് പറഞ്ഞതിന് ഇപ്പോഴും പറയുന്നുള്ളൂ, മാർക്കറ്റിൽ നിന്ന് കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത് നിയർലി ഇമ്പോസിബിൾ ആണ്, നടക്കില്ല. നമുക്ക് ലോസ് വരും, അതൊക്കെ സ്വാഭാവികമാണ്. അതൊന്നും ഞാൻ കുറ്റം പറയുന്നില്ല. മാർക്കറ്റിൻ്റെ അകത്ത് ഉണ്ടാക്കാനായിട്ട് ദൈവം നമ്പരാൻ വിചാരിച്ച പോലും നടക്കുന്ന കാര്യമല്ല അത്. അപ്പോൾ അതുകൊണ്ട് അത് വിട്, ഇറ്റ്സ് നോട്ട് അബൌട്ട് ദാറ്റ്. പക്ഷേ നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ തള്ളാൻ നിൽക്കരുത്, മനസ്സിലായോ? നിങ്ങൾക്ക് പറ്റിയ തെറ്റും അവിടെ തന്നെയാണ്. ഓക്കെ, നിങ്ങൾ പറ്റാത്ത കാര്യമാണ് നിങ്ങൾ തള്ളിക്കൊണ്ടിരിക്കേണ്ടത്. നിങ്ങൾ കൊടുക്കേണ്ടിരുന്നത് ഫോൾസ് പ്രോമിസസ് ആണ്. അതുകൊണ്ടാണ് നമുക്ക് പ്രശ്നം വരുന്നത്. നിങ്ങൾ കോഴ്സ് വിറ്റതും കാര്യങ്ങളും നമ്മളെ ബാധിക്കുന്ന വിഷയങ്ങളല്ല. അതൊക്കെ ഓരോരുത്തർ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഫ്രീഡാണ്, അത് എടുക്കാന്നുള്ളതും ചെയ്യാന്നുള്ളതൊക്കെ, അതൊന്നും വിഷയമുള്ള കാര്യമില്ല. പക്ഷേ നിങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നത് ഡെയിലി 50% പ്രോഫിറ്റ് റിട്ടേൺ ആണ് നിങ്ങൾ ഓഫർ ചെയ്യേണ്ടായിരുന്നത്. അത് തെറ്റാണ്, അത് നടക്കില്ല. നിങ്ങൾ അറിയാത്ത ആൾക്കാരെ നിങ്ങൾ പറ്റിക്കാണ് നിങ്ങൾ നോക്കുന്നുണ്ടായിരുന്നത്. എന്താവട്ടെ, അപ്പോൾ എന്തായാലും കാരണം ഇങ്ങനെയൊക്കെ ആയാലും സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. 2 വർഷം എടുത്താൽ പോലും അത് അവസാനം ഇങ്ങനെയൊക്കെ ആയല്ലോ, സമ്മതിച്ചല്ലോ. ഞാനേ വേറൊരു പരിപാടി ഉണ്ട്. കാര്യം ഞാൻ ആ വീഡിയോ അത് ഡൗൺലോഡാക്കി വെച്ചിട്ടുണ്ട്. കാര്യം നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ പിന്നെ നിങ്ങൾ മാറ്റി പറയും, എന്നാൽ നിങ്ങൾ ആ വീഡിയോ മുക്കും. അപ്പോൾ അത് എനിക്ക് നിങ്ങളുടെ ആദ്യത്തെ ഒരു വീഡിയോ നിങ്ങൾ മുക്കിയപ്പോൾ ഞാൻ പഠിച്ചതാണ്. അതിനുശേഷം എല്ലാ വീഡിയോ ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനി ഹൗ എന്തോ ആവട്ടെ. അപ്പം എന്തായാലും അങ്ങനെയൊക്കെ ആയല്ലോ. അപ്പം എന്തായാലും ഹാപ്പി ന്യൂ ഇയർ. ഇനിയെങ്കിലും ആൾക്കാരെ പറ്റിച്ച് ജീവിക്കണം, നിർത്തി പണിയെടുത്ത് തിന്നാൻ പഠിക്കുക. ഓക്കെ ദെൻ, ബൈ, ഹാപ്പി ന്യൂ ഇയർ.